ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗ, ആദ്യം അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ആനന്ദ്, ഞാനിപ്പോ തന്നെ വാങ്ങിട്ട് വരാം. ആ, വന്ദനയും മോളും വീടൊക്കെ ഒന്ന് നോക്ക്. നമുക്കറിയാം, അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ പോവാം. അവിടെ ആകുമ്പോ എല്ലാ സാധനങ്ങളും കിട്ടും. അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം ഞാൻ കൊടുക്കാം. പക്ഷേ ബുള്ളറ്റ് പണയമായി വേണ്ട. ബുള്ളറ്റ് എന്നല്ല, മറ്റൊന്നും പണയമായിട്ട് വേണ്ട. അല്ലാതെ തന്നെ എനിക്ക് വിശ്വാസമാണ്. ബുള്ളറ്റ് പണയപ്പെടുത്തി പലിശയ്ക്ക് പണം വാങ്ങേണ്ട ഗതികേടെന്നുള്ള ആളല്ല ജഗൻ. ചില പ്രത്യേക സാഹചര്യങ്ങളല്ലേ ആളുകളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നത്. ജഗൻ ആവശ്യപ്പെട്ട തുകയും ബുള്ളറ്റും കൊണ്ടുപോവാ. ഈ ഫിനാൻസ് ഒക്കെ നടത്തുന്നവർക്കേ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇൻകം ടാക്സ് റെയ്ഡിന് വന്നപ്പോ എന്നെ രക്ഷിച്ചത് കുറുപ്പ് സാറാ. താങ്കൾക്ക് എന്നോടുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും വളരെ നന്ദിയുണ്ട്. പക്ഷേ പണയം വാങ്ങാതെയുള്ള പണം ഞാൻ സ്വീകരിക്കില്ല. പണവും പലിശയും നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ വാശിവ, നമുക്ക് വേറെ നോക്കാം. അങ്ങനെ പിണങ്ങി പോരുത്. കുറുപ്പ് സാറിന്റെ മകൻ പണത്തിനായി ഇവിടെ വന്നിട്ട് വെറും കൈയോടെ പോയാൽ എനിക്ക് വിഷമമാണ്. തൽക്കാലം ബുള്ളറ്റ് ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ പണം എടുത്തിട്ട് വരാം. ശിവ, പണയമില്ലാതെ പണം വേണ്ടെന്ന് പറഞ്ഞത് പുള്ളിക്കാരന് ഇൻസൾട്ടിങ് ആയോ? ഏയ്, അത് സാരമില്ല. കാര്യം നടന്നല്ലോ. ജഗ, ദാ പണം. താങ്ക്സ്. വെൽക്കം. ചേട്ടാ, RC ബുക്കും TFOയും ഒപ്പിട്ടതും വണ്ടിയുടെ മുന്നിലെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ജഗൻ എപ്പോ വേണമെങ്കിലും വന്ന് ബുള്ളറ്റ് എടുക്കാം. എന്നാ നമ്മളങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ ശരി, പോ. കോടികളുടെ മുതലുള്ള ആളാ കുറുപ്പ് സാറ്. ഇപ്പൊ മകൻ 50,000 രൂപയുടെ ആവശ്യം. കാലം പോയ പോക്കേ. വന്ദനമേ, ദേ ജഗനങ്ങള്. ഞാൻ ഒത്തിരി വൈകിയോ? ഒരുപാട് വൈകി. ആ, ശിവപ്രസാദനെ അറിയില്ലേ? ആ, അറിയാം. അങ്കിളിന്റെ ബൈക്ക് എന്തേ? ശിവയുടെ പരിചയത്തിൽ ഒരു വാടക വീട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വീട് മാത്രം പോരല്ലോ, അത്യാവശ്യം ചില സാധനങ്ങളും വാങ്ങണ്ടേ? അതിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടാ വന്നത്. അവിടെയും തീരുന്നില്ലല്ലോ പ്രശ്നം. നാളെ മുതലുള്ള ചെലവ് കാശ് കണ്ടെത്തണ്ടേ? പിന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്. തൽക്കാലം നമുക്ക് എല്ലാത്തിനുള്ള മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ജഗ, അത് വന്ദനയും ദിയും സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാനത് ഭംഗിയായിട്ട് നിറവേറ്റും. ഇത് ജഗന്റെ വാക്കാ.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിനായകം എന്ന് വീട്ടുപേര് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും അറിയാം. ഈ വീടും പറമ്പും എന്റെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങിയതാ. വിനായകം എന്നുള്ള പേര് ഞാൻ മാറ്റിയില്ല. വലിയൊരു ബോർഡുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് അത് ഇളകി വീണത്. അത് നന്നായി. വിനായകം എന്നാൽ വിഘ്നമില്ലാത്തതെന്നാണല്ലോ. വാ, വരണം, കയറി വരണം. ആ വരണം വരണം. ശിവ, ഒരു പ്രശ്നമുണ്ട്. ഫർണിച്ചറും കട്ടിലും മെത്തയും പാത്രവും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ആ വേണ്ട, അതൊക്കെ പതിയെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. കിണറ്റില് വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. 24 മണിക്കൂറും കണ്ണുനീര് പോലുള്ള ശുദ്ധമായ വെള്ളം കിട്ടും. ഉണക്കത്ത് പോലും പറ്റില്ല. അത് നന്നായി. അല്ല, പൂജാമുറി ഉണ്ടോ? അങ്ങനെ പൂജാമുറിയായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവങ്ങളുടെ പടം വെച്ച് വിളക്ക് കത്തിക്കാം. പൂജയും പ്രാർത്ഥനയും ഒക്കെ ആവാം. ആ, അത് മതി. ഇനി അറിയേണ്ടത് ജഗന് വീട് ഇഷ്ടപ്പെട്ടോ എന്നാണ്. എന്റെ കാര്യം വിട്ടേക്ക്. വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ദീമോൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഈ വീട്ടില് താമസിച്ചാ മതി. കൊള്ളാം. ദീമോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാനില്ല. ഉറപ്പിക്കാം. ദിയമോൾക്ക് കളിക്കാൻ ഇതേ പ്രായത്തിൽ അടുത്ത വീട്ടിൽ കുട്ടികളുണ്ട്. ആഹാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. ആ ഞാൻ വന്നിരിക്കും. ശരി, താങ്ക്സ്. ആ, അപ്പൊ പറഞ്ഞ പോലെ. ആ, ശരി. ശരി. ജഗ, ആദ്യം അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ആനന്ദ്, ഞാനിപ്പോ തന്നെ വാങ്ങിട്ട് വരാം. ആ, വന്ദനയും മോളും വീടൊക്കെ ഒന്ന് നോക്ക്. പാടാ. ആ, നമുക്കറിയാം അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ പോവാം. അവിടെ ആകുമ്പോ എല്ലാ സാധനങ്ങളും കിട്ടും. വാ. മാനത്തെ കൊട്ടാരം